yesterday, my goodness, 11 around 12,000, right? 11,908 steps he had. Already 7,000 മേലെയായി കഴിഞ്ഞതേ ഉള്ളൂ. Okay, so not bad because now you speak so fast. Yeah, I speak. No. 소중한 문화유산의 보존과 계승을 위하여 손님 여러분들의 이해와 협조를 So beautiful, but I'm not thinking. Okay, good. Camp Chiang Rai, Shades, Yokohama, Bag, Italy, Osaka, and the dress from Bangkok, and me, made in India. ടു റഷ്. ഓക്കെ, കുറച്ച് ലേറ്റായി. എന്താ കാര്യം വെച്ചാൽ ഓക്കെ എന്താ കുറേ ഒരു 2 hours കൂടുതലായി. കുറച്ച് എനിക്ക് എന്താ പറയുക, ഒരു പാക്കിങ്ങും ഇന്നലെ മേടിച്ച ബാഗായിട്ട് നമ്മൾ റീപാക്കിങ് ചെയ്ത് എപ്പോഴായിരിക്കും വീണ്ടും തുറക്കും. ഓക്കെ, സോ അങ്ങനെ കുറേ അങ്ങനെ തന്നെ 2 hours പോയി. അതെല്ലാം ഓവറോളിങ് ആയിരുന്നല്ലോ. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പാവം ഇന്ന് എന്താ പറയുക, ക്ലീനിങ് റൂം ചെയ്യുന്ന ദിവസമാണ്. കേട്ട് നമ്മൾ ആഫ്റ്റർ 2 days ആണ് അവർ വന്ന് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് പറഞ്ഞാൽ അവർ ചെയ്ത് തരും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഞാൻ കണ്ടപ്പോൾ ഓ ഹായ് ഓക്കെ സേ ഓക്കെ ഇന്ന് വേറെ ലേഡിയായി ഫ്ലോറിൽ കണ്ടത് കേട്ടോ. ഞാൻ പാവം അപ്പൂപ്പനാന്നും പറഞ്ഞ് റൂമും വെച്ചല്ല ക്ലീൻ ചെയ്ത് ബാത്റൂമും ഇല്ല. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇതാകും. അന്നേരം ഇന്ന് വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുകൂടെ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് പാവല്ലേ. ജസ്റ്റ് ഹി ഹാസ് ടു ഡു ദാറ്റ് മേക്കിംഗ് ബെഡ് ആൻഡ് ദിസ് ഓൺലി ടവൽ ചേഞ്ച് ഓൺലി. അപ്പം അത് ഇന്നൊരു ലേഡി ഇന്നലെ അപ്പൂപ്പനാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും കൂടെ കഷ്ടപ്പെട്ടു. ഓക്കെ, പാവം കാരണം ഒത്തിരി പ്രായമുള്ള അപ്പൂപ്പനായിരുന്നു. ഓക്കെ, അപ്പോൾ ഹായ് കഞ്ചിവാ. Okay, so bye-bye. Jiva. So ചെക്കൗട്ട് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് സ്റ്റേഷനിലോട്ടാണ് ഓടണം. ഇന്ന് നമ്മൾ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ ചെന്ന് പറയാം. ട്രെയിനിലാണ്. ഓക്കെ, സോ ഞാൻ ഗോയിങ് ടു ഹിമേജി കേസിൽ. ഹിമേജി കേസിൽ എന്ന് പറഞ്ഞാൽ ജപ്പാനിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് കേസിലാണ്. ഓക്കെ, സോ ഇവിടുത്തെ ഇത് കണ്ടോ വരുന്നത്, ക്രോസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഗേറ്റ്. ഞാൻ അവിടെ ഒസാക്കയിൽ നിന്ന് ഓടി വന്നപ്പോഴും ഇങ്ങോട്ടുള്ളതിനകത്തും കണ്ട് ഇങ്ങനെ ഇതുപോലത്തെ ഗേറ്റ് ട്രെയിൻ കിടക്കുന്നു. ഇപ്പം കാണാൻ വയ്യ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുക, 1 മണിക്കൂർ 15 minutes-ഓളം ഉണ്ട് ട്രെയിനൊക്കെ. അപ്പോൾ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ കൂടെ ഒരുപാട് കാസിലുകളൊക്കെ കാണാം. ഒരുപാട് ഇതല്ല, അത് ഗ്യാസിലല്ല, ഒരുപാട് ഗ്യാസിലുകൾ, ചെറിയ ചെറിയ ഗ്യാസിലുകളൊക്കെ കാണാമായിരുന്നു. ഗ്യാസിലുകളുടെ ഒരു സംഭവമാണ് ഇത്. എന്താ പറയുക, കോബെ ആൻഡ് എന്താ പറയുക, ഏറ്റവും ഓൾഡസ്റ്റ് കാസിലുമാണ്. ഒരുപാട് എന്താ പറയുക, സെക്കൻഡ് വേൾഡ് വാർ ടൈമിലൊക്കെ ഒരുപാട് ട്രൈ ചെയ്തിട്ടും യുഎസ്കാർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാസിലായിരുന്നു ഇതൊക്കെ. സോ അതാണ് അതിൻ്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഹൈലി ഡിഫെൻസീവ് എന്താ പറയുക ടെക്നോളജിയാണ്. ഓക്കെ, സോ
അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഗ്യാസിലാണ്. എന്താ പറയുക, ഒരു സൈഡിൽ കടൽ, ഒരു സൈഡിൽ നല്ല ഹില്ല്, നല്ല മലനിരകളൊക്കെ, കടലും മലനിരകളും ഒക്കെ കൂടെ ചേർന്ന് അതിൻ്റെ മേളിൽ കുറേ വീടുകളൊക്കെ നിൽക്കുന്നത് കണ്ടിട്ട് എടുക്കാൻ പറ്റും. എന്താ പറയുക, ഇങ്ങനെ താഴോട്ട് വീഴുമെന്ന് തോന്നും. കാരണം ഈ ഇങ്ങനെ റൗണ്ടിൽ വീട് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഫുള്ള് കുളിച്ചിട്ടേക്കാണ് മല തുറന്ന് പുതിയ കുറേ വീടുകൾ, ബിൽഡിങ്ങുകളൊക്കെ വയ്ക്കുന്നു. ഒക്കെ ട്രെയിനിൻ്റെ സൗണ്ട് കൂടിയൊക്കെ ഞാൻ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോ ചെറിയ ചെറിയ സ്റ്റേഷൻസാണ്. ആരും കയറാനും ഇല്ല, ആരും ഇറങ്ങാനും ഇല്ല. ടൈമിൻ്റെയാണ്. എൻ്റെ കൂടെ അയാൾ പറയുന്നത് മാത്രമേ ഉള്ളൂ, ഒന്നും അത് ഒട്ടും ക്ലിയറും അല്ല. മറ്റേത് ഇതിനകത്ത് ഡിസ്പ്ലേ വരുന്നൊന്നും ഇല്ല ഇതിനകത്ത്. എന്താണോ എന്തോ. അങ്ങനെ നമ്മളിതാണ് എംഐജി സ്റ്റേഷൻ. എംഐജി സ്റ്റേഷനിലെത്തി. ഇനി നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാണാം കാസിൽ കേട്ടോ, നല്ല ബ്യൂട്ടി. ദൂരെ കാണാം, ദൂരെ കാണാം. അപ്പൊ നേരെ അങ്ങ് നടക്കാം നമുക്ക്. ഓക്കെ, മറ്റേ ഒസാക്ക കാസിൽ ഫസ്റ്റ് കാണാൻ വന്ന പോലെ ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇതേപോലെ. ഇത് ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഓഫ് കോഴ്സ് കോബെ ഫസ്റ്റ് ടൈമാണ്. സോ ഐ ആം ഫസ്റ്റ് ടൈം ഹിയർ. ഈ കാസിൽ ഞാൻ പറഞ്ഞില്ല, ലോകത്തിലെ തന്നെ ഇത് ജപ്പാനിൽ തന്നെ പറയുന്ന ഒരു എന്താ പറയുക, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ കാസിൽ ഇൻ ജപ്പാൻ. ആൻഡ് ഇറ്റ്സ് ആൾസോ നോൺ ആസ് വൈറ്റ് ഹീറോയിൻ. വൈറ്റ് ഹീറോയിൻ എന്നും പറയും കേട്ടോ. ഇത് ഹീറോയിൻ ആണോ അല്ല ആണോ എന്നറിയില്ല. ജപ്പാനീസിൽ സ്പെല്ലിങ് HERO എന്നാണ്, ഹെറോ. ഓക്കെ, വൈറ്റ് ഹെറോ എന്നും അറിയപ്പെടുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാസിലാണ്. 82 സോ അത്രയും റൂംസ് ഉണ്ട് അതിനകത്ത്. വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ട്രെയിനകത്തിരുന്നും പറഞ്ഞ പോലെ ഈ സൗണ്ട് കൊണ്ട് എൻ്റെ സൗണ്ടേ കേൾക്കില്ല. അല്ലേ തന്നെ എല്ലാവരും കംപ്ലൈൻറ്റ് മൈക്കൊക്കെ വേണ്ടി ചെയ്യാനോടെ വെച്ചിട്ടുണ്ട്. ഇതും കൊണ്ട് കുത്തിക്കൊണ്ട് നടക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ. ഓക്കെ, സോ ഓക്കെ, എന്തായാലും നമ്മൾ പറഞ്ഞത് ഹൈലി ഡിഫെൻസീവ് മെക്കാനിസമാണ്, അതിൻ്റെ ടെക്നിക്കാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടൊക്കെയാണ് എന്താ പറയുക, സെക്കൻഡ് വേൾഡ് വാറിൽ പല തവണ ട്രൈ ചെയ്തിട്ടും നോ രക്ഷ. സോ ഇറ്റ്സ് സർവേസിലേക്ക് ഒന്നും പറ്റിയിട്ടില്ല അതിന്. ബാക്കിയുള്ള ഒരുപാട് കാസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നൂറുകണക്കിനല്ല, ആക്ച്വലി ആയിരക്കണക്കിന് കാസിലുണ്ടായിരുന്നു. ഓക്കെ, 16th സെഞ്ച്വറി തൊട്ട്. പക്ഷെ എല്ലാം ഡിസ്ട്രോയ് ആയി ഇപ്പോൾ ഒരു ഹാർഡ്ലി 200 കാസിൽസേ ഉള്ളൂ ഹോൾ ജപ്പാൻ. സോ ഏറ്റവും കൂടുതൽ കാസിലുള്ളത് എവിടെയാണെന്നറിയാമോ? ഗസ് വാട്ട്? ജർമ്മനി. അറൗണ്ട് 10,000 castles I think. ഓക്കെ, സോ പിന്നെ ഇറ്റലിയിലുണ്ട്. നമ്മൾ ആക്ച്വലി ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ കാണുമ്പോഴത്തേക്ക് വീടുകളൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഇറ്റലി കൂടെ ആണോ വരുന്നതെന്ന് തോന്നും. ഓക്കെ, സോ ആ കടലും എന്താ പറയുക ഹില്ലും കൂടെ ചേർന്നിട്ടൊരു പോർഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അവിടെ കുറേ വീടുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര രസമായിട്ട്. അത് കണ്ടാലും എന്താ പറയുക മോണ്ടിക്കല്ല അല്ലല്ലോ, മോണ്ടിനിഗ്രോ ആണോന്ന് തോന്നുന്നു. സോ അതുപോലെ തോന്നിയായിരുന്നു. ഓക്കെ, നമുക്കിനി കാസിൽ സ്റ്റേഷൻ പറയാം. Chiangri, bag, Italy, Osaka, dress, Bangkok, and watch, Swiss, shade from Yokohama, and me, made in India, made in India, made in India.
ഫ്രണ്ടിൽ ആൾക്കാർ പോകുന്ന കണ്ടപ്പോൾ വിയറ്റ്നാമിലാണെന്ന് തോന്നി. ഓക്കെ, വിയറ്റ്നാമിൻ്റെ ക്യാപ്പൊക്കെ വെച്ചിട്ട്. സോ ഇറ്റ്സ് എ വൈറ്റ് ബ്യൂട്ടി, വൈറ്റ് ആൻഡ് ഗ്രേ. സോ ഞാൻ ഇപ്പം മനസ്സിലായില്ലേ, ഞാൻ തൊപ്പി ഇത് ഷെയ്ഡ്സ് ഇതൊക്കെ ഇട്ട് ഒരുങ്ങി, ഫ്രോക്കൊക്കെ ഇട്ട് ഒരുങ്ങി വന്ന എന്തിനാ? And to be a princess, I'm going to see the castle. So castle is here and I am here. It's me, princess. ശരിക്കും എന്ത് ജനമാണ് കാണാൻ വരുന്നേ. ഓക്കെ, ഫുള്ളൊക്കെ ഫുള്ള് ട്രെയിനകത്ത് ഒരു പയ്യനെ ഓപ്പോസിറ്റ് ഇരുന്ന് എനിക്ക് എഴുന്നേറ്റ് പോകാനും വയ്യ. ഞാൻ വന്നെ പോയി. മാസ്ക് ഉണ്ടെങ്കിൽ അന്ന് നമുക്കൊന്ന് പെട്ടുപോയാൽ പിന്നെ പെട്ടുപോയി. കപ്പൂർ ഇവിടെയൊക്കെ പൊഴിയാൻ തുടങ്ങി കേട്ടോ. എല്ലാം ബ്ലൂം, ഫുൾ ബ്ലൂമാണ്. അയ്യോ, സക്കുറ കാണാനാണോ വരുന്നത്? സക്കുറ എന്ന് പറഞ്ഞ് ഞാൻ ഓടിയിട്ട് സക്കുറ അല്ല, ഇത് എവരിവെയർ സി എവരിവെയർ. What a beauty, yeah. Seriously. Castle. എന്നെയല്ലേ ചോദിച്ചോട്ടോ പുറകെ കിടന്ന് കാസൽ. ബ്യൂട്ടിഫുൾ. ഞാൻ ഒരുപാട് കാസിൽസ് കണ്ടിട്ടുണ്ട്, ഒരുപാട്. ഇറ്റ്സ് എ പ്രിറ്റിയസ്റ്റ് വൺ. ഓക്കെ, സ്പെഷ്യലി മീൻ ഇറ്റ് ബൈ ഹീറോയിൻ. It's like a queen or princess, like it is. So beautiful, so beautiful. Đi thôi yêu. Đi. Cảm ơn đâu. So ticket find out about a ticket. It's 1,000. Okay. ഇത് മറ്റുള്ള കാസിലിനേക്കാളും കൂടുതൽ ഹൈറ്റിലാണ്. ഓക്കെ, സോ നമ്മൾ കയറുമ്പം, നമ്മൾ താഴേന്നോട്ട് കയറുമ്പോൾ ഏകദേശം ഒരു 15 ഫ്ലോർ 14-15 ഫ്ലോർ ബിൽഡിങ് കയറുന്ന അത്രയും ഹൈറ്റ് ഉണ്ട്. വൺ സൈഡ് എങ്ങാണ്ട് 220 or 240 സംതിങ് സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഹൈക്കിലാണ്, ഇങ്ങനെ നേരെ സ്റ്റീപ്പായിട്ടാണ്. ആൻഡ് ഫോർ മീ ഇറ്റ്സ് നത്തിങ്.
because my flat, my apartment, I always use staircase only. Okay, steps only. It's 14th floor and ഞാൻ എന്താ പറയുക എപ്പോഴും വണ്ടി എടുക്കപ്പോൾ ബേസ്മെൻറ്റിലോട്ടൊക്കെ പോകുന്നത് എല്ലാം സ്റ്റെപ്പിലാണ്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഓൾ 15 ഫ്ലോർ കൂടുതലും ഇത് വരും. സോ ഫോർ മീ ഇറ്റ്സ് നത്തിങ്. What about you? നമ്മുടെ എന്താ പറയുക തടിയാണ്, നല്ല പഴയ അറയും പെരയും ഒക്കെ ഇല്ലേ, ആ അവിടുത്തെ വീട് പോലെ നല്ല തടിയാണ്. ഷൂസ് കയ്യിൽ പിടിക്കണം. ഓക്കെ, ഷൂസ് അലൗഡല്ല. ആ അതേ സ്ട്രക്ചർ അതൊക്കെയാണ് പഴയ. അതൊക്കെ എന്താ പറയുക അറയും പെരയൊക്കെ ഇപ്പം ആർക്കും വേണ്ട, എല്ലാം പൊളിച്ചിട്ട് കോൺക്രീറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്തിനാണോ ആവും ഇതിൻ്റെ ഒരു സുഖം. ഇനിയൊരു 100 ആണ്ട് കഴിഞ്ഞാലും ഇതുപോലെ ഇരിക്കും. ഓക്കെ, നടക്കുമ്പോൾ ഈ നമുക്ക് സോക്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു കൂൾ എഫക്റ്റ്. ഞാൻ പറഞ്ഞില്ലേ സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സാണ്, അതാണ് സ്റ്റേഴ്സാണ്. അതേ ഉള്ളൂ ഇവിടുത്തെ ഒരു ടാസ്ക്. ഓക്കെ, ശരിക്കും ഇപ്പോൾ എല്ലാവരും ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഇതുപോലുള്ള ചരിത്ര ബിൽഡിങ്ങുകൾ കാണാൻ തന്നെയാണ് കേട്ടോ. ഒസാക്ക കാസിൽ ഉണ്ടായിരുന്നു ബഹളം, എന്താ ഇഷ്ടമായിരുന്നു ഇവിടെ. അത് ഞാൻ ഒരു മിസ്റ്റേക്ക് ചെയ്ത് ഞാൻ ഇന്നലെ എടുക്കാൻ പോയതല്ലേ, അതല്ലെങ്കിൽ ഞാൻ മൺഡേ വന്നാൽ മതിയായിരുന്നു. ഇന്ന് വീക്കെൻഡിൽ ഇന്നും കൂടെ ഫ്രഷായിരിക്കും. ഓഫ്കോഴ്സ് അല്ലെങ്കിൽ ഇപ്പം ഗോൾഡൻ വീക്കൊക്കെ വരുന്നത് ഇവിടെ തന്നെ ജാപ്പനീസ്, കൂടുതലും ജാപ്പനീസ് ഒക്കെയാണ്, ജാപ്പനീസ് ആൻഡ് യൂറോപ്യൻസാണ്. ഓക്കെ, സോ അവർ ഇപ്പോൾ ഈ മന്തിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഗോൾഡൻ വീക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ 4 days കണ്ടിന്യൂസ് അവർക്ക് ലീവ് കിട്ടും, ഹോളിഡേയ്സ് കിട്ടും. സോറി, ലീവ് അല്ല, ഹോളിഡേയ്സ് കിട്ടും. സോ ദേ ക്യാൻ എക്സ്പ്ലോർ. ഓക്കെ, എങ്ങനെയൊക്കെ പോലെ പോകണം. സോ അതുകൊണ്ടൊക്കെ പിന്നെ ഇത് സക്കുറ സീസൺ, ബെസ്റ്റ് സീസൺ, വണ്ടർഫുൾ സീസൺ ഇൻ ജപ്പാൻ. സോ എവറിത്തിങ് വിന്റർ അങ്ങോട്ട് കഴിഞ്ഞ്, മാർച്ച് കഴിഞ്ഞപ്പോൾ വിന്റർ കഴിഞ്ഞ്, സോ എല്ലാം കൂടെ ഇത് വന്നപ്പോഴത്തേക്ക് ഇറ്റ്സ് എ ഗോൾഡൻ ഡേയ്സ്. ഓക്കെ, സോ ഇവൻ ഐ എം ഓൾസോ എക്സ്പ്ലോറിംഗ് ദ ഗോൾഡൻ വീക്ക്, എവറിത്തിങ് ലൈക്ക് ഇറ്റ്. The socks in thin ഓടി ഞാനിട്ടേക്ക് എത്തണം. സോ കുറേ ഉണ്ട്. 83 ആണോ 86 ആണോ റിമെമ്പർ എക്സാക്ട്ലി. സോറി, ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും അങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ യു പ്ലീസ് ഫോർഗീവ് മീ, ബിക്കോസ് ഞാൻ ഇന്ന് സ്റ്റഡി ചെയ്തിട്ടൊന്നും അല്ല വരുന്നത്. ഓക്കെ, ഒരുപാട് കുറേയൊക്കെ എൻ്റെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഷോക്കിയൻ പീരീഡ്സിലാണെന്ന് തോന്നുന്നു, മേജി പീരീഡിലല്ല, ഷോക്കിയൻ പീരീഡിലാണ് ഇത് നിർമ്മിച്ചത്. ഓക്കെ, സ്റ്റീപ്പിഡിൽ
നോക്കുമ്പോൾ ആ മൗണ്ടൈന് എല്ലാം ചെറുതായിട്ട് താഴെയായിട്ട് തോന്നുന്നു. ഇത് നമ്മൾ വീണ്ടും നിൽക്കുന്ന പോലെ നോക്കി മൗണ്ടൈൻസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അതാണ് ലൈറ്റ് പോയിട്ട്. ഓക്കെ, സോ മൗണ്ടൈൻസ് താഴെ നമ്മൾ മേളിലുണ്ട്. അതേപോലെയാണ് ഇപ്പോൾ ഇവിടെ ഇതിനകത്തോടെ നോക്കുമ്പോൾ ഉള്ള കാഴ്ച. നമ്മൾ താഴോട്ട് ഇറങ്ങുവാണ്. ഇത് സ്റ്റെപ്പ് ഇറങ്ങുന്നതല്ല പാട്, ആക്ച്വലി അത്രയും സ്റ്റീപ്പായിട്ടുള്ളതും അല്ല. ഒട്ടും ഇതില്ലല്ലോ, എന്താ പറയാ, വീതിയില്ല. നോക്ക് കണ്ടോ, ഒരാൾക്ക് കഷ്ടിച്ച് ചവിട്ടാനുള്ള ഇതേ ഉള്ളൂ. സോ അതുകൊണ്ട് സർക്കസ് ഞാൻ ഇറങ്ങുമ്പം എടുക്കുന്നില്ല. ഓക്കെ, സോ ഷോഗൻ ഫാമിലി ഉപയോഗിച്ചിരുന്ന വെപ്പൺസ് ആണ്. നോക്ക്, വെപ്പൺസ് റാക്കാണ് ഈ കാണുന്നത് മൊത്തം. പക്ഷെ ഇപ്പം ഒന്നും വെച്ചിട്ടില്ല. ആകെ രണ്ട് 4 2 ടൈപ്പ്. അത് കുന്തം, അത് കുന്തം, ഇത് കണ്ണ്. ഓക്കെ, സോ ഓക്കെ. സോ ബോറ് നോക്കുക എന്താ ഇതേപോലത്തെ ബോള് അമ്മയുടെ വീട്ടിലുള്ള ഇങ്ങനത്തെ എന്താ പറയാ, ഇതായിട്ടുള്ള നല്ല തടിയുടെയൊക്കെ. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഭയങ്കര ക്രൗഡ്, ഭയങ്കര നല്ല നല്ല എപ്പിസോഡ്സുമായിട്ട് ഇനിയും വരാൻ നല്ല മഴ വരുന്നുണ്ട്. ഓക്കെ, ഐ ഡോണ്ട് നോ, ഇതിലേക്ക് ആ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു, അപ്പം നല്ല മഴ വരുന്നു. എല്ലാവും ബാക്ക് ആയിട്ട് പോകും. സോ it's me, you are watching. Bye.
주시기를 바랍니다. 소중한 문화유산의 보존과 계승을 위하여 손님 여러분들의 이해와 협조를 부탁드립니다. ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാവരും പറയുന്നത് യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ബട്ട് ഐ എം നോട്ട് താങ്ക് യു. ഇങ്ങനെ കാസിൽ നൂഡ് ബബായ്. ബ്യൂട്ടിഫുൾ. Yesterday, my goodness, 11 around 12,000, right? 11,908 steps he had. ഇന്ന് ഓൾറെഡി 7,000 മേലെയായി കഴിഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ നോട്ട് ബാഡ് ബിക്കോസ് now. You speak so fast. Yeah, I I can't understand. No. I'm telling you because how much steps you are. He is telling I'm talking fast. So even me was running. Okay, I am a jogger. Every day the 10 kilometer. You? 10 kilometer jogging. Yeah, continuously. Okay, and it will be around 22 to 25,000 steps. Yeah, now he is like, it's good because 12,000 means around 6 kilometer. Yeah, Where you come from? I am from India. Eh? Yeah, India? very nice, yeah. Hi, Phoebe. Same like my Phoebe. Indian. I'm not looking like Indian. India people so clever. Oh, thank you. Really? Okay. He's telling we are too clever. Clever ആണ് സാർ, ക്രൂക്കഡ് ആണെന്നേ ഉള്ളൂ കൂടുതൽ പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഇറ്റ്സ് മൈ കമ്പനി. ഇറ്റ്സ് ഓക്കെ, ഗുഡ്. Yeah, tell me, 80. What's your age? 80. 80. 80. See? Born in 1945. Right? 1945. You tell me. 1945. No. No. So, കാസിൽ നിന്ന് തിരിച്ചു പോയപ്പോൾ കിട്ടിയ ഊട്ട. അവിടെ പോയപ്പോൾ ഒസാക്ക പോയപ്പോൾ 90 years old. So now I got it a friend 80 years old. He is so young. Look like 50. See? Shame. You are long? Yeah, long. Yeah. So എന്നോട് ചോദിക്കായിരുന്നു ക്ലാസ്സിൽ കണ്ടോ. സോ വിശേഷങ്ങളൊക്കെ ചോദിക്കായിരുന്നു. ഹൈസ്കൂൾ വരെ ഇംഗ്ലീഷ് പഠിച്ചുള്ളൂ, പക്ഷേ he can speak. Yeah. It's very clever. You very clever. Very clever. See, Very kind. very kind. Oh. Okay. My God. That is good. തിരിച്ചു പോകണം. ബാക്കി കിട്ടാൻ 80 years old. പുള്ളിക്കാരൻ വാങ്ങിക്കുന്നു പോയതാ, അല്ല ഇവിടെ വന്നതല്ല.
ആൾക്കാരെ ഓടുമായിരുന്നു. എലിവേറ്ററിൽ കൂടെ ഓടി 2-3 സ്വിച്ചും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഓടി വന്ന്, കാരണം വെച്ചാൽ ട്രെയിൻ ഉണ്ടായിരുന്നു പ്ലാറ്റ്ഫോമിൽ, ഓടി വന്ന് കയറും. ഭാഗ്യത്തിന് ഒരു സീറ്റ് ഉണ്ടായിരുന്നു, ഒക്കെ എല്ലാം ഫുള്ളാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു. ഈ കമ്പാർട്ട്മെന്റ് ഫുള്ള് അറിയില്ല. ഞാൻ ഓടി വന്ന് കയറിയത് കൊണ്ട്. പിന്നെ ഈവനിങ് അല്ലേ, എല്ലാവരും തിരിച്ചു പോകുന്ന ഒക്കെ ഓഫീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എന്നാലും ഓക്കെ. സോ ഇന്നത്തെ സർവീസ് കഴിഞ്ഞ് ഇനി നേരെ ഹോട്ടലിലോട്ട്. 1 hour 1 hour 12 minutes സംതിങ്. ട്രെയിനിൽ തന്നെയാണോ ആയിരിക്കും. കാര്യം 2-ലും ഉണ്ടായിരുന്നു, 5-ലും 6-ലും ട്രെയിൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാണെന്നാണ് ഓർമ്മ. ഓർമ്മയൊക്കെ. Stay tuned, stay safe. Please watch.